ഹലോ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാം വലൈക്കും. ഇന്ന് സാറ്റർഡേ. അപ്പോൾ ഉച്ചയ്ക്ക് നല്ലൊന്ന് ഉറങ്ങി രാവിലെ എഴുന്നേക്കും. അത് ഈ ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടി നല്ലൊരു പണ്ടേ എഴുന്നേക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കൂടിയിട്ടുണ്ട്. പഠിച്ചവരോട് കൂടുതൽ ദുആർക്കും അങ്ങനെയൊക്കെ ബിസിനസ് കൊണ്ട് കുറച്ച് അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് രാവിലെ എഴുന്നേക്കും. പിന്നെ ഉറങ്ങുന്നത് ഉച്ചക്കാണ്. അങ്ങനെ ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗോളായും എൻ്റെ കറി ലീവ്സ് നിങ്ങൾ കാണുന്നുണ്ടാവണം. കാനഡയിൽ നിന്നൊക്കെ വിൻ്ററിൻ്റെ സമയത്ത് ഇൻഡോർ ആയിട്ടാണ് കറി ലീവ്സൊക്കെ വളർത്തുക. സമ്മറാകുന്നേരം അത് പുറത്തേക്ക് ഇറക്കും. കുറച്ച് ഹാർഡാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. നല്ല കെയറും നല്ല ലവും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം എൻ്റെ കറി ലീവ്സാണ്. എനിക്ക് 3 പോട്ടുണ്ട്. ആരും കണ്ണ് കൊള്ളരുത്. ഇതായിട്ട് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതിന് ഒരു വൈറ്റ് ഡോട്ട്സ് ഒരു ഡോട്ട് വരാറുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുമ്പേ ആരോ പറഞ്ഞതാണ് ഈ നീം ഓയിലിൻ്റെ കുറച്ച് ഇതിൽ ഇട്ടിട്ട് കുറച്ച് ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് അത് ചെയ്യാം. അപ്പം അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഗോലൈവും ചെയ്യാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ മെയിൻ ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ എത്ര സമയം എനിക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഞാൻ ഇത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ചെയ്യാറുള്ളത് മിനിമം ഞാനൊരു 1 മണിക്കൂർ ഞാൻ ബിസിനസ്സിന് ഇടാറുണ്ട്. എൻ്റെ ബാക്കി എല്ലാ പരിപാടികളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഈ ബിസിനസ്സും കൊണ്ട് പോകണം. മീൻസ് എൻ്റെ ഒരു വഴിയാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ എൻ്റെ മോർഗേജ് ആസ് സൂൺ ആസ് പോസിബിൾ എനിക്ക് പേ ഓഫ് ചെയ്തിട്ട് വേണം എനിക്കെന്ന് ജീവിതം ശരിയായ വിധത്തിലൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ വഴിയും. അപ്പം അതിന് വേണ്ടിയിട്ട് എത്ര ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ. ഞാൻ സാധാരണ പണ്ടൊക്കെ അത് ചിലപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ആക്കി എന്നൊക്കെ പറയുന്നത് അത് ഇപ്പം നിന്നു. ആ ടൈമാണ് ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുമല്ല നമ്മുടെ ബിസിനസ് നമ്മുടെ പ്രൈവറ്റ് ലൈഫുമായിട്ട് ഫാമിലി ലൈഫുമായിട്ട് സോ കണക്റ്റഡ് ആണ്. മീൻസ് അത് ആരും നിങ്ങൾ ഒരു ടൈം നിങ്ങൾ വേറൊന്നും ചെയ്യാതെ ഇത് ചെയ്യണമെന്ന് പറയില്ല. നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ കൂടെയായിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക്സ് കാർത്തിക ഫോർ വാച്ചിങ്. പിന്നെ അപ്പം എന്താണ് പറഞ്ഞു വരുന്നത്? ഓക്കെ, കുറച്ച് ഒരു ഗോലൈവൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയത് കൊണ്ട് കുറച്ച് ഡിസ്ട്രാക്ട് വരുന്നതൊക്കെ പെട്ടെന്ന് സബ്ജക്റ്റൊക്കെ മാറിപ്പോകുന്നു. അപ്പം ഞാൻ ഇത് ചെയ്യാം. അപ്പോൾ ടൈം ഇതാക്കുന്നത് ഞാനിപ്പോൾ ഗോലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു ഹോബി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കറിവേപ്പില ഞാൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അതിന് പ്രത്യേകിച്ചൊരു ടൈം എടുക്കുന്നില്ല അല്ല ഇതായിട്ട്. അതുപോലെ ഞാൻ രാവിലെ ഒരു റീലിട്ടത് എൻ്റെ ചലഞ്ചാണ്. ഒരു റീലിടും ഒരു ഗോലൈവ് ഇടും. ഇന്നലെ ഞാൻ റീലിട്ടില്ല. അത് ആരും ഒന്നും ചോദിക്കത്തില്ല. അപ്പം ഇന്ന് റീലിട്ടത് ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം അതും ഞാൻ പ്രത്യേകിച്ചൊരു ടൈം എടുത്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ചൊരു ടൈം എടുത്തിട്ടില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ടൈം എടുക്കുന്നത് നമ്മുടെ മെൻറ്റീസിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതിന് നല്ല ആത്മാർത്ഥത കാണിക്കുന്ന ആളാണിത്. ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം അതിൽ ആത്മാർത്ഥത കാണിക്കുകയാണ്. അങ്ങനത്തെ കുറേ വാല്യൂസൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഈ ബിസിനസ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഒരു 1/2 മണിക്കൂർ ക്ലയൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യാനും അവരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നല്ല അനുഭാവത്തോടു കൂടി അവർക്ക് ആൻസർ കൊടുക്കണം. മീൻസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഈ സ്റ്റേജിലൂടെ കടന്നു വന്നതാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പല ക്വസ്റ്റ്യൻസും അവർക്ക് നല്ല സീരിയസ് ആയിട്ടിരിക്കും. പക്ഷെ നമുക്കത് ചിലപ്പം സീരിയസ് ആയിട്ട് തോന്നൂല. പക്ഷെ ഓരോ ക്വസ്റ്റ്യനും അവരെ ഡൗട്ട്, ഓരോ ക്വസ്റ്റ്യനും അവരെ വറിയാണ് അബൌട്ട് ഈ ബിസിനസ്സിൽ കയറുന്നതിനും എന്തൊക്കെയാണുള്ളത്. അതെല്ലാം നമ്മുടെ അനുഭവത്തോടു കൂടി തന്നെ ആൻസർ കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള എൻ്റെ റീലും ഗോലൈവൊക്കെ ഫണ്ണിയാണ്. ഇപ്പം നമുക്ക് അതൊരു ടാസ്കും ഒരു ജോബും ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അതൊരു ഫണ്ണി തിങ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പം നോക്കുന്നേരം ഒരിക്കലും അതാണ് പറയുന്നത്. നമ്മുടെ ഇതിന് അത് എപ്പം ഹാവ് ഫൺ എന്തുണ്ടാക്കുന്നതും ഗോലൈവ് ചെയ്യുന്നവരോ റീല് ചെയ്യുന്നവരോ എല്ലാം ഹാവ് ഫൺ എന്നാണ് പറയുന്നത്.
അപ്പം അങ്ങനെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് എനിക്ക് രണ്ടും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് തന്നെ കെയർ ചെയ്തു കൊള്ളാം. അപ്പം അതാണ് നടക്കുന്നത്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഹാഫ് ആൻ അവർ ആണ് നിങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഹാഫ് ആൻ അവർ കൊടുക്കുക ഇതായിട്ട്. അല്ലാതെ നിങ്ങൾ പാതിരാക്ക് ഉറക്കം വെച്ചിരുന്നിട്ട് ആർക്കും ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബിസിനസ് നടത്തേണ്ട ആവശ്യമില്ല. ആരെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൻ്റെ പിറ്റേന്ന് മാത്രമേ ഉറങ്ങി എഴുന്നേറ്റ് നിങ്ങളുടെ ടൈമിൽ ആ ടൈമിൽ ഇരിക്കുന്ന നേരം മാത്രമാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരാളും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തു വെക്കില്ല. അത് അഥവാ നിങ്ങളുടെ മെൻറ്റീസിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് വേറെ വഴികളുണ്ട്. നമ്മുടെ ബിസിനസ് തന്നെ അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മീൻസ് പല പല ലൈവ് സെഷൻസ് 24/7 നടക്കുന്നുണ്ട്. പല പല ആൾക്കാരും ചെയ്യുന്നത്. അതിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കിട്ടാനേ ഉള്ളൂ. അപ്പം അങ്ങനെ അതാണ്. കൺസിസ്റ്റൻസിയും വേണം. പിന്നെ ഒരു ഫിക്സഡ് ടൈമും, ഫിക്സഡ് ടൈമല്ല, ഒരു സ്ലോട്ട് നിങ്ങളുടെ 24 hours ഒരു സ്ലോട്ടും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭാരിച്ച സംഭവങ്ങൾ നമ്മൾ 9 to 5 ജോബ് പോലെ 9 to 5 നമ്മൾ ഓൺലൈനിൽ ഇരിക്കണം എന്നില്ല. ആരും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. നിങ്ങൾ എന്താണ് ചെയ്യാത്തത്, അഥവാ ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, റീലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ 2-3 ദിവസമൊന്നും നിങ്ങൾ ക്ലയൻറ്റിനോടൊന്നും വർത്താനം പറയാതിരിക്കരുത്. 2-3 ദിവസത്തിനുള്ളിൽ അത് നമുക്ക് പ്രത്യേകിച്ചൊരു ടൈം വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, നമ്മുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ആ ഫോണിൽ ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യലുണ്ട്. അത് നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ എവിടെയാണ് പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഓഫീസ്. അത് നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ വെക്കേഷൻ സ്പോട്ടിലാണെങ്കിലും, നിങ്ങളുടെ കിച്ചണിലാണെങ്കിലും, നിങ്ങൾ പിന്നെ ഓഫീസിലിരിക്കുകയാണെങ്കിലും അതാണ് നിങ്ങളുടെ ഓഫീസ്. നിങ്ങളുടെ ഫോണാണ് നിങ്ങളുടെ ഓഫീസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ഹാവ് എ ഗുഡ് ഡേ. നാളെ സൺഡേ ചില ആൾക്കാർക്ക് സൺഡേ നൈറ്റ് ആവും, ഇന്ന് ഇതാവും, ടൈം സോണൊക്കെ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, എന്നാൽ ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു.